നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെയും അതുപോലെ തന്നെ ആ സർക്കാരിനെതിരെയും വ്യാജമായ രീതിയിൽ വ്യാജ വാർത്തകൾ ഇവിടുത്തെ പല മാധ്യമ പ്രവർത്തകരും പ്രചരിപ്പിക്കാറുണ്ടെന്നാണ് അവരുടെ അവകാശവാദം. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. എന്തായാലും സിദ്ദിഖ് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ 2020 അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഹാത്രാസിൽ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ അദ്ദേഹം NIA പിടിയിലാവുന്നു. അദ്ദേഹത്തിന് ദീർഘനാൾ ജയിലിൽ കഴിയേണ്ടി വരുന്നു. അതായത് അദ്ദേഹം വലിയൊരു സംഘത്തിനെ, അതായത് ദേശവിരുദ്ധ ശക്തികളുടെ വലിയൊരു ഒരാളായിരുന്നു ഈ സിദ്ദിഖ്. മാധ്യമപ്രവർത്തനത്തിലൂടെ ദേശവിരുദ്ധ ആശയങ്ങൾ മുഴുവൻ പ്രചരിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയുടെയും പ്രതിച്ഛായ ഇല്ലാതാക്കാനാണ് ഇദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതിന് തീവ്രവാദ കൂട്ടുകെട്ടുകൾക്ക് ഭാഗമായിട്ട് ഇയാൾ തീരുകയും ചെയ്തു. ഇപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് പുതിയ വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയുണ്ടായി സുപ്രീം കോടതി. അപ്പൊ എന്തൊക്കെയാണ് ആ വിവരങ്ങൾ? അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ് ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും കേന്ദ്ര സർക്കാരിനും BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരിനും എതിരെ വലിയ തോതിൽ വ്യാജ പ്രചാരണം രാജ്യത്ത് ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് ഈ സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി, ഗൗതം പറഞ്ഞ പോലെ ഹത്രാസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടിയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ചുരുളഴിയുന്നത്. ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും അന്വേഷണ ഏജൻസികൾക്കും ലഭിച്ചിരിക്കുന്ന വിവരം സയ്യിദ് നസാക്കത്ത് എന്ന ഒരു കാശ്മീരി ജേർണലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഈ സയ്യിദ് നസാക്കത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഏഷ്യ പസഫിക് എന്ന അതിൻ്റെ സെക്രട്ടറിയാണ്. ഈ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന് പറയുന്നത് അമേരിക്കയിൽ സ്ഥാപിതമായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിനും ഡാറ്റ കളക്ഷനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇത് ജോൺ സോറോസ് ഫണ്ട് ചെയ്യുന്നതാണ് എന്ന് വ്യാപകമായ ആക്ഷേപമൊക്കെ ഉയർന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഏഷ്യ പസഫിക്കിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ഈ സയ്യിദ് നസാക്കത്താണ്. സയ്യിദ് നസാക്കത്തിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രഹസ്യാന്വേഷണ വിഭാഗവും NIAയും ഒക്കെ ഇപ്പോൾ എന്താ പറയുക അവർക്ക് ലഭിച്ചതായിട്ട് സ്ഥിരീകരിക്കുന്നത്. നമുക്ക് കിട്ടിയ വിവരം, മാധ്യമങ്ങൾക്കെല്ലാം ഈ വിവരം കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പതുക്കെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് എനിക്ക് ഇൻ്റലിജൻസിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരമാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ് 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ഈ വ്യാജ പ്രചാരണം ആരംഭിച്ചത് ശ്രദ്ധയിൽപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇവരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ രാജ്യവിരുദ്ധ സർക്കാർ വിരുദ്ധ പ്രചാരണത്തിൻ്റെ പ്രഭവ കേന്ദ്രം അന്വേഷിച്ച് പോയപ്പോഴാണ് അത് ഈ സിദ്ദിഖ് കാപ്പൻ വഴി ഇങ്ങനെയൊക്കെ എത്തപ്പെട്ടത്. അത് ഇത് നേരത്തെ തന്നെ ഇവർക്ക് വിവരങ്ങൾ കിട്ടി, പക്ഷേ ഇത് സ്ഥിരീകരിക്കാൻ പറ്റുന്ന തെളിവുകൾ അവർക്ക് കിട്ടിയിരുന്നില്ല. അതിപ്പോൾ കിട്ടി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സയ്യിദ് നസാക്കത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ എന്താ പറയുക ടൂൾ കിറ്റുകൾ സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ടൂൾ കിറ്റുകൾ നിർമ്മിച്ച് മാധ്യമപ്രവർത്തകരിലേക്ക് കൊടുത്തുകൊണ്ടേയിരുന്നത്. നിരന്തരം ടൂൾ കിറ്റുകൾ വന്നുകൊണ്ടിരുന്നു. രാജ്യത്ത് എവിടെ എന്ത് സംഭവിച്ചാലും അതിനെ BJPയുമായും RSSുമായും മോഡിയുമായും സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും കണക്ട് ചെയ്യുന്ന ചില ലിങ്കുകൾ വ്യാജമായി ഉണ്ടാക്കി അതിനെ ബന്ധിപ്പിച്ച് അങ്ങനെ ചില കാര്യങ്ങൾ, ചില വീഡിയോസ് നിർമ്മിക്കുക. മോഡി നമ്മുടെ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ചതായിട്ട് വീഡിയോ ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോയത്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സയ്യിദ് നസാക്കത്തിൻ്റെ നേതൃത്വത്തിൽ ഡിജിപബ് നെറ്റ്വർക്കിലുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് വിദേശ പരിശീലനവും ഫെല്ലോഷിപ്പുകളും അവാർഡുകളും ഏർപ്പാട് ചെയ്തിരുന്നു. ഇത് ഈ ഡിജിപബ് നെറ്റ്വർക്ക് വഴിയാണ് ഇവർക്കൊക്കെ ഈ വ്യാജ വാർത്തകളെല്ലാം കിട്ടിയിരുന്നത്. അത് നമ്മുടെ രാജ്യത്തെ പല ഓൺലൈൻ മാധ്യമങ്ങളും പല മുഖ്യധാരാ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ അത് പ്രചരിപ്പിക്കാൻ മുന്നിൽ നിന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം പുറകിൽ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഏഷ്യ പസഫിക് എന്ന സ്ഥാപനവും അതിൻ്റെ ഏഷ്യ പസഫിക്കിൻ്റെ സെക്രട്ടറി, ഈ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന സ്ഥാപനവും അതിൻ്റെ ഏഷ്യ പസഫിക്കിൻ്റെ സെക്രട്ടറി സയ്യിദ് നസാക്കത്തുമാണ് എന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നു. ഇത് ഈ ന്യൂഡൽഹിയിൽ നസാക്കത്തിൻ്റെ നേതൃത്വത്തിൽ ഡാറ്റ ലീഡ്സ് ഡിജിറ്റൽ മീഡിയ സ്ഥാപനം, അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. അവരാണ് ഈ കേന്ദ്ര സർക്കാർ വിരുദ്ധ ടൂൾ കിറ്റുകൾ ഡിജിപബ് മീഡിയയ്ക്ക് എത്തിച്ചത്. ഇതാണ് ഇവർ സ്ഥിരീകരിച്ചത്.
എത്തിച്ചത്. അതിനെ തുടർന്ന് അവിടെ നിന്നും ഇത് മറ്റ് ഇതിലേക്ക് പോയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം അല്ലെങ്കിൽ NIAയും രഹസ്യാന്വേഷണ വിഭാഗവും പുറത്തുവിടുന്ന വിവരങ്ങൾ. ഈ എന്താണ് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു NGO ഓർഗനൈസേഷൻ ആണ്, ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്, അമേരിക്ക. ജോർജ് സോറോസ് ആണ് ഇതിനെ ഫണ്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിനും അതുപോലുള്ള ഡാറ്റ കളക്ഷൻ ഒക്കെ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അത്തരം ജേർണലിസത്തിനൊക്കെ വലിയ രീതിയിൽ എന്താണ് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണിത്. അത്രയാണ് അതിനെക്കുറിച്ച് കിട്ടുന്നത്. എന്തായാലും നമ്മുടെ രാജ്യത്ത് തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ചില സർവേകളൊക്കെ മാധ്യമപ്രവർത്തനത്തിന്റെ പേരിൽ നടന്നിരുന്നു. മാധ്യമപ്രവർത്തകരായ ചില ആൾക്കാരാണ് എന്ന വ്യാജേന എത്തി ചില സർവേകൾ മുസ്ലിങ്ങൾ കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് പോയി ചില വിവരങ്ങളൊക്കെ എടുത്ത് അവരെ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ പ്രകോപിപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ചില വിവരങ്ങളൊക്കെ എടുത്തതായിട്ട് അങ്ങനെ ചില കേസുകൾ വരെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കേരളത്തിൽ പോലും അതുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ നടന്നിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസിന് കിട്ടുന്ന വിവരം. പക്ഷേ ഇതൊന്നും അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്, UPA സർക്കാരാണ്. അവർ വലിയ ആവേശമൊന്നും കാണിച്ചില്ല. പക്ഷേ അത് കഴിഞ്ഞ് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട ഈ ഫണ്ടിങ്ങും അതിനെ തുടർന്നുള്ള സംഭവങ്ങളും ഒക്കെ അന്വേഷണ വിധേയമാക്കി. അങ്ങനെ ഒരുപാട് വിവരങ്ങൾ അതിനെ സംബന്ധിക്കുന്നത് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ ഇലക്ഷൻ നടന്നു, ബൈഡൻ പുറത്തു പോവുകയാണ്, ഇദ്ദേഹം വരികയാണ്, ട്രംപ് വരികയാണ്. ട്രംപിന് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല, ജോർജ് സോറസിനോട് ഒരു താല്പര്യമില്ല. അതേസമയം ബൈഡൻ്റെ ഗവൺമെൻറ്റും ജോർജ് സോറസുമായിട്ട് വലിയ അടുപ്പമാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ ജോർജ് സോറസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഇടിവുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യങ്ങൾ വേണ്ട പോലെ വിജയിക്കുന്നില്ല. അദ്ദേഹം ഒരു ജൂതനാണ്, ജൂത വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. പക്ഷെ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു വ്യാപാര ശൃംഖലയുള്ള ആളാണ് അദ്ദേഹം. വലിയൊരു എന്താ പറയുക, ലോകം മുഴുവനും പരന്നു കിടക്കുന്ന ഒരു കച്ചവട ബന്ധങ്ങളുള്ള ആളാണ് ജോർജ് സോറസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം BJP സർക്കാരിനെ, മോഡി സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്നു. നമുക്കറിയാം, അദാനിയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ നമ്മൾ കേട്ടതാണ്. അദാനിക്കെതിരെ ഹിഡൻബർഗ് വഴി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ ഓഹരി വിപണിയിലെ അദ്ദേഹത്തിൻ്റെ മൂല്യം തകർക്കുക, ഇങ്ങനെ നിരവധി അത്തരത്തിലുള്ള പരിപാടികൾ നടന്നു കഴിഞ്ഞു. പക്ഷെ അതിനെല്ലാം അദാനി അതിജീവിച്ചു പോകുന്നു എന്നാണ് പൊതുവെ നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സയ്യിദ് നസാക്കത്തിൻ്റെ നേതൃത്വത്തിൽ വ്യാജ ടൂൾ കിറ്റുകൾ നിർമ്മിച്ച് മാധ്യമപ്രവർത്തകരിലേക്ക്, മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ്. അത് വളരെ കൃത്യമായിട്ട് തെളിവ് സഹിതം അത് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പൊതുവെ ജനങ്ങളോട് പറയാനുള്ള കാര്യം. എന്തായാലും മോഡി സർക്കാർ ഇക്കാര്യത്തിൽ, ദേശസുരക്ഷയുടെ കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ, വളരെ ജാഗ്രതയോടെ, വളരെ കണിശമായി, വളരെ കർശനമായി പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല, നമുക്കറിയാം ദേശീയ സുരക്ഷയുടെ ചുമതല ആർക്കാണെന്ന് അറിയാം. അജിത് ഡോവൽ എന്ന എക്കാലത്തെ ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാന, അതിന്റെ മുമ്പിൽ ഒന്നിനെയും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അത് നരേന്ദ്രമോദി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഏത് പ്രധാനമന്ത്രി വന്നാലും ശരി, നമ്മൾ ദേശസുരക്ഷയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി കർശനമായ നടപടികളിലൂടെ ദേശസുരക്ഷ ഊട്ടി ഉറപ്പിക്കുകയാണ് വേണ്ടത്. അതിനോട് ഒരു കോംപ്രമൈസും പാടില്ല. എന്തായാലും നമ്മളിപ്പോൾ മുന്നോട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ വിവരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റമാണ്. നമുക്ക് പോലും വളരെ ചെറിയ വിധത്തിലാണ് ഈ വിവരങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതലായ എന്താ പറയുക, വിശദമായ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഒരു പക്ഷേ ഇത് സിദ്ദിഖാപ്പൻ്റെ ജാമ്യം റദ്ദാക്കുന്നതിലേക്ക് പോലും ചെന്നെത്തുമോ എന്ന് സംശയിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്രയും വലിയ വിവരങ്ങളാണ് ലഭിച്ചത് എന്ന് നമ്മൾ അറിയുന്നു. എന്തായാലും കാത്തിരിക്കാം നമുക്ക്.